ഹലോ പണിമുടക്കായതുകൊണ്ടിട്ട് ഇന്നത്തെ വർക്ക് വീട്ടിൽ തന്നെ ഇരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ബ്ലൗസ് കട്ട് ചെയ്യാനും പിന്നെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടൊക്കെ ഹെമ്മിങ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ വീട്ടിലത്തെ പണിയെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ അതിനായിട്ട് ഇരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കത്രിക ഞാൻ പുതിയതായിട്ട് കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്ത് പോയപ്പോൾ മേടിച്ച കത്രികയായിരുന്നേ. ഒരു പേരിടൽ ചടങ്ങിനുള്ള സാരി ബ്ലൗസ് ആട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്യണത്. പിന്നെ ഒരു കസ്റ്റമറുടെ തന്നെ 6 ബ്ലൗസും ഒരു കസ്റ്റമറുടെ 4 ബ്ലൗസായിട്ടൊക്കെയാണ് വേറെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 6 വരണതിൻ്റെ അകത്ത് 3 കോട്ടൺ സിൽക്കിൻ്റെയും 3 2x1 ആയിരുന്നു. മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യണതിനും പിന്നെ നമുക്ക് തുണി കട്ട് ചെയ്യണതിനും ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് 3 കൂടി ഒന്നിച്ചിട്ടാട്ടോ ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്തത്. സാരി ബ്ലൗസിൽ നമുക്ക് കട്ട് ചെയ്യണതും സ്റ്റിച്ച് ചെയ്യണതിലും കൂടുതൽ സമയം പോണത് ഹെമ്മിങ്ങിന് തന്നെയാട്ടോ. പിന്നെ ഇതിൻ്റെ എല്ലാം കട്ടിങ് കഴിഞ്ഞിട്ട് ഒരു അമ്പർല ടോപ്പായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ടോപ്പിൻ്റെ സ്ലീവിൽ നെക്കിലും ഒക്കെ വർക്ക് ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ കൈക്കുഴിയൊന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതേപോലെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മൾ എടുക്കണ മെറ്റീരിയലിൻ്റെ ബാക്കി പീസുകളൊക്കെയാണ് നമ്മൾ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ വേസ്റ്റ് പീസിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോഴേക്കും പല ആൾക്കാരും എന്നോട് ചോദിച്ച് ബാക്കി വന്ന കഷ്ണങ്ങൾ കസ്റ്റമറിന് തന്നെ തിരിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ കസ്റ്റമേഴ്സ് കൊണ്ടുവന്ന മെറ്റീരിയൽ അല്ല, ഞാൻ തന്നെ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ ബാലൻസ് പീസുകളൊക്കെയാണ് വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണതേ.